ഹായ്. മഹാന്മാരായിട്ടുള്ള പല ആൾക്കാരും പണ്ട് മുതലേ ചോദിച്ചൊരു ചോദ്യമാണ്, ദൈവമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ? ദൈവം ഉള്ളതാണോ? എൻ്റെ അഭിപ്രായം പറയാം, ദൈവമില്ല. അതാണ് സത്യം. പിന്നെയുള്ളത് എന്താ? ദൈവീകതയുണ്ട്. അങ്ങനെ വേണം പുതിയ തലമുറയിലെ കുട്ടികളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക. അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ കുട്ടികൾക്ക് ഈ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. നേരത്തെ മുതൽ തന്നെ ഈ മുതിർന്ന ആൾക്കാർ നമ്മളോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള എന്തൊക്കെയാണ്? ശിവൻ നമ്മുടെ ദൈവമാണ്, മഹാവിഷ്ണു നമ്മുടെ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരുകൾ നമ്മളോട് പറയാറുണ്ട്. അതൊക്കെ കേട്ട് വളർന്നാണ് നമ്മൾ. എൻ്റെ അഭിപ്രായത്തിൽ ഇവരൊക്കെ നമ്മുടെ ഗുരുക്കന്മാരാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ലേ? ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര എന്ന് വെച്ചാൽ ഇവരെല്ലാം നമ്മുടെ ഗുരുക്കന്മാരാണ്. അവരെല്ലാവരും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ് അല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ പല തട്ടുകളിലായിട്ടായിരിക്കും ഓരോരുത്തർ സ്ഥാനം. ഇപ്പം മനുഷ്യരായിട്ട് പിറന്നവർ ഏകദേശം ഒരു മധ്യ തലത്തിലാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര ഉന്നതിയിലുള്ള ആൾക്കാരാണ്. അത് കാരണമാണ് നമ്മൾ ഇവരെയൊക്കെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നതും ഏറ്റവും കൂടുതൽ ശക്തിയായിട്ട് നമ്മൾ കരുതുന്നത്. ഇവരൊക്കെ ഏറ്റവും ഉന്നതിയിലുള്ള ആൾക്കാർ. അതിൻ്റെ താഴെത്തട്ടായിട്ട് ഇങ്ങനെ ഓരോരുത്തർ ചെയ്തിരിക്കുന്ന കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ ഒരു തലത്തിലോട്ട് പോകും. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ദുഷ്കർമ്മമാണെങ്കിൽ നമ്മൾ നേരെ താഴെത്തട്ടിലോട്ടാണ് പോകുന്നത്. മനുഷ്യരായിട്ട് പിറന്നവർ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ എന്തായാലും അടുത്ത തട്ടിലോട്ട് ഇങ്ങനെ കയറി പോകും. ഓരോ തട്ടിലും ഉണ്ടാവും. ജീവന് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവെന്ന് പറയുന്നതിന് ഒരിക്കലും നാശമില്ല. ശരീരം മാത്രമാണ് നശിച്ചു പോകുന്നത്. എല്ലാവരുടെയും ശരീരത്തിലും ഈ ഒരു ആത്മാവുണ്ട് അല്ലേ? ഈ ആത്മാവ് ആ ശരീരത്തിൽ അധിവസിക്കുന്ന കാലമാണ് നമ്മളിൽ ജീവനുണ്ടാകുന്നത്. അത് മാറുമ്പോൾ നമ്മൾ മരിച്ചു എന്ന് പറയും അല്ലേ? അത് മരിക്കുക എന്നല്ല, അത് ഈ ശരീരം വിട്ടിട്ട് അടുത്ത ദേഹം പോകുന്നു. അങ്ങനെയാണ് വേണം പറയാൻ. നമ്മളെന്താണ് ചെയ്യേണ്ടത്? നല്ല കർമ്മങ്ങൾ ചെയ്യുക. കർമ്മം എല്ലാത്തിലും അത് തന്നെ പറയുന്നത്. സത്കൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ, അത് തന്നെ നമ്മുടെ ഇതിലും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഇത് തന്നെ ഉദ്ദേശിക്കുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ നമ്മൾ നല്ല ഉയരത്തിലേക്ക് പോകും. പിന്നെ ഈ മതങ്ങൾ, ഈ മനുഷ്യർ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് മതങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന ദൈവങ്ങൾ. എല്ലാവരുടെയും ഉള്ളിലുമുണ്ട് ദൈവിക ശക്തി. അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യുക? ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് നല്ലതുണ്ടാവും, നല്ല രീതിയിലേക്ക് വരും. ദുഷ്ടചിന്തകളൊക്കെ അകറ്റി നല്ല ചിന്തകളുമായിട്ട് ജീവിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ഉയരാൻ പറ്റും. ഓക്കെ, ഒന്ന് കുറച്ചാൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കറിയാം. ഓക്കെ, ബൈ.